രാജേഷ് എന്താണ് പരിപാടി? ഇന്ന് വള്ളുവനാട്ടിലെ ഏറ്റവും പ്രശസ്തമായ പൂരങ്ങളിൽ ഒന്നാണ് ശ്രീ കടപ്പുറമ്പത്തുകാവ് പൂരം. പൂരല്ലേ? അതിന്റെ വേല കുറിക്കുന്ന ദിവസമാണ് ഇന്ന്. ഈ കുംഭമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച പൂരം കുറിക്കുകയും രണ്ടാമത്തെ ചൊവ്വാഴ്ച വേല നടത്തുകയും കാളവേല ഏറ്റവും പ്രശസ്തമായതാണ് വള്ളുവനാട്. അടിപൊളി കടപ്പുറമ്പത്തുകാവ് വേല പറഞ്ഞാൽ എല്ലാ ഈ പാലക്കാട് പാറപ്പുറം പ്രദേശത്ത് എല്ലാ ജാതി മതങ്ങളൊക്കെ ഒന്നിച്ച് ചേരുന്നൊരു ഉത്സവമാണ്. അത് കുംഭമാസം ആദ്യത്തെ ചൊവ്വാഴ്ച വേല കുറിക്കുകയും രണ്ടാമത്തെ ചൊവ്വാഴ്ച വേല ആഘോഷം ഏറ്റവും കൂടുതൽ 3 ദേശത്തെ പ്രദേശങ്ങളിൽ നിന്നാണ് ഈ ക്ഷേത്രത്തിലേക്ക് കാളവേലകൾ വരും. ഒന്ന് പള്ളിപ്പുറം, ഈ ക്ഷേത്രം നിൽക്കുന്ന ഭാഗത്തുനിന്ന് വേലകൾ, അതുപോലെ തന്നെ രണ്ടാമത്തെ ഓമല്ലൂർ ദേശം, അതുപോലെ തന്നെ ഗുരുവായൂർ ദേശം. ഈ ദേശങ്ങളിലാണ് ഏറ്റവും കേരളത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും അലങ്കാരമായ കാളകൾ വരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് കടപ്പുറമ്പത്തുകാവ്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ കേരളത്തില് വേല മഹോത്സവത്തിൽ ഒരു സ്ഥലത്ത് നിന്നിട്ട് നമുക്ക് എല്ലാ ജോഡി കോളെ കാണാൻ പറ്റുന്ന ഒറ്റ കാള ഉത്സവമാണ് കാള നിരന്ന് എല്ലാ ജോഡി കാളകളും ഈ ക്ഷേത്രപ്പറമ്പിൽ നിരന്ന്. അങ്ങനെ വേറെ ഒരു ക്ഷേത്രങ്ങളിലില്ല. വന്ന കാളകളൊക്കെ ഇങ്ങനെ പോകും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ മൊത്തത്തിൽ ആ കാള പിറ്റേ ദിവസം രാവിലെ വരെ ഇവിടെ നിൽക്കും. എല്ലാവർക്കും കാണാനുള്ള അവസരമുണ്ട്. എന്നാ ശരി, ഓക്കെ. ഫെബ്രുവരി 20 നമുക്കൊരു ഗാനമേളയും കൂടി ഉണ്ട്. അപ്പോൾ അതിന് എല്ലാ ആൾക്കാരും എല്ലാവരും വരണം. ഒരു വലിയൊരു ഗ്രാൻഡ് പരിപാടിയാവും അത് കേട്ടോ. വരുന്ന ആൾക്കാർക്കൊക്കെ 7 മണിക്കാണ്. പോലീസിൻ്റെ ചെറിയ പെർമിഷൻ്റെ പ്രശ്നങ്ങളുണ്ട്. എന്നാലും കൂടിയിട്ട് നമുക്ക് 7 മണിക്ക് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വരണം. ഒരു ഗ്രാൻഡ് പരിപാടിയാവും. വരുന്ന ആൾക്കാർക്ക് ഒരു വിഷ്വൽ ട്രീറ്റ് ആവും നമ്മുടെ പള്ളിപ്പുറം യുവകമ്മിറ്റിയുടെ പരിപാടി കേട്ടോ. അപ്പം ഇന്ന് നമ്മുടെ കടപ്പുറമ്പത്ത് കാവിലെ പൂരത്തിൻ്റെ തുടക്കം കുറിക്കാണ്. ഇന്ന് ചൊവ്വാഴ്ച. ഇന്ന് കൊട്ടിക്കുറിക്കലും ചെറിയൊരു മരുന്ന് പണിയൊക്കെ പാടായിട്ട് ഇവിടെ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്ത ചൊവ്വാഴ്ചയാണ് പൂരം. അപ്പം എല്ലാവരും പൂരത്തിന് വന്നോളിട്ട് അടിപൊളിയായിട്ട് നമുക്ക് പൂരം ആഘോഷിച്ച് അടിപൊളിയാക്കാം. ഓക്കെ.